വൻ വിസ തട്ടിപ്പ് നടത്തിയ മാട്ടുക്കട്ട സ്വദേശിയെ കട്ടപ്പന പോലീസ് പഞ്ചാബിൽ നിന്നും പിടികൂടി. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട സ്വദേശി മാട്ടിയിൽ ജിനു ജോൺസനാണ് പിടിയിലായത്. ജനസേവാ കേന്ദ്രത്തിന് മറവിലാണ് തട്ടിപ്പ് നടന്നത്. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജനസേവാ കേന്ദ്രത്തിന്റെ മറവിലായിരുന്നു മാട്ടുക്കട്ട സ്വദേശി ജിനു ജോൺസൺ വിസ തട്ടിപ്പ് നടത്തിയത്. മാൾട്ട, ന്യൂസിലൻഡ്, പോളണ്ട് എന്നിവിടങ്ങളിലേക്ക് ഹോം ടേക്കർ ജോലിയിലേക്കെന്ന് പറഞ്ഞാണ് പലരെയും തട്ടിപ്പിനിരയാക്കിയത്. നിരവധി ആളുകളുടെ പക്കൽ നിന്ന് 4 ലക്ഷം രൂപ വീതമാണ് വാങ്ങിയിരുന്നത്. 3 വർഷമായി പലരുടെയും പക്കൽ നിന്നും പണം വാങ്ങി. തുടർന്ന് വിസ കിട്ടാതെ വന്നതോടെ പരാതികൾ ഉയർന്നു. ഇതിനിടെ 7 മാസം മുമ്പ് ഏതാനും വിസ വന്നിട്ടുണ്ടെന്നും അത് വാങ്ങുവാനായി കേരളം വിട്ടു പോകുകയാണെന്നും പലരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചു. തുടർന്ന് ഇയാൾ ഒളിവിലായിരുന്നു. ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കട്ടപ്പന പോലീസ് ഉദ്യോഗസ്ഥരായ ഡിജു ജോസഫ്, അനൂപ്, സുരേഷ് ബി ആൻഡോ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചാബിലെ മൊഹാലി, സിരക്പൂരിൽ നിന്നുമാണ് ജിനുവിനെ പിടികൂടിയത്. ഇതിനു മുമ്പ് പല കേസുകളും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ധാരാളം പരാതികൾ ഈ വിദേശത്തേക്ക് ആളിനെ റിപ്പോർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട പരാതികളുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ പഞ്ചാബിലെ മൊഹാലിയിൽ നിന്നാണ് ഒരു ആളെ നമ്മൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. അയാൾ ന്യൂസിലൻഡ്, പോളണ്ട്, മാൾട്ട തുടങ്ങിയ സ്ഥലത്തേക്ക് റിക്രൂട്ട്മെൻറ്റിന് നിരവധി ആൾക്കാരിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അയാൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രധാനമായിട്ടും നമ്മൾ ആൾക്കാർ ഇത് വേണ്ടവണ്ണം അന്വേഷിക്കാതെയാണ് ഇത്തരം സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഒരു ഏജൻസിയൊക്കെ സമീപിക്കുന്നത്. കൃത്യമായൊരു അന്വേഷണം നടത്തുന്നില്ല. എങ്ങനെയും രക്ഷപ്പെട്ടൊരു ജോലിക്ക് വിദേശത്തേക്ക് പോകാമെന്നുള്ള ഒരു കണക്കൂട്ടൽ പലരും ലോണും മറ്റ് കടങ്ങളും ഒക്കെ വാങ്ങിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ 4 കേസുകളാണുള്ളത്. ഉപ്പുതല പോലീസ് സ്റ്റേഷനിൽ 3 കേസുകളും ഉണ്ടെന്നാണ് വിവരം. വരും ദിവസങ്ങളിൽ കേസുകളുടെ എണ്ണം വർദ്ധിക്കും. കെ സോഫി, ഗിസില ജോമോൻ, സോണി ജോബി, നാലുമാലി ജിൻസി, താണിക്കൽ ജോസ്ലി, സന്ധ്യ ബിനു, പ്രിൻസി മനു എന്നിവരാണ് നിലവിലെ പരാതിക്കാർ. തട്ടിപ്പിനെതിരെ ഇനിയും നിരവധി പരാതികൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. പലരുടെയും പക്കൽ നിന്ന് 3 ലക്ഷം, 4 ലക്ഷം, 4,15 ലക്ഷം എന്നിങ്ങനെയാണ് തുകകൾ മേടിച്ചിരിക്കുന്നത്. 5 പേരുടെ പക്കൽ നിന്നും 17.5 ലക്ഷം രൂപയാണ് കൈപ്പറ്റിയിട്ടുള്ളത്. ഇതിന്മേലാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. കട്ടപ്പനയും സമീപ ഗ്രാമപ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് ഇത്തരത്തിലെ വിസ തട്ടിപ്പ് കേന്ദ്രങ്ങൾ സജീവമാകുകയാണ്. വിദേശത്തേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നവരെ തെറ്റിദ്ധരിപ്പിച്ചാണ് പല തട്ടിപ്പുകളും നടത്തിയിരിക്കുന്നത്. ഇയാൾക്കൊപ്പം മറ്റു സഹായികൾ ഉണ്ടായിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നവർ ഏജൻസിയെക്കുറിച്ച് കൃത്യമായി വിവരം തിരക്കിയ ശേഷം മാത്രമേ പണം ഇടപാടുകൾ നടത്താവൂ എന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.